എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾക്ക് രാവിലെ ഉറക്കമുണർന്ന ഉടൻ വല്ലാതെ ക്ഷീണം തോന്നാറുണ്ടോ? ജോലി ചെയ്യാനിരിക്കുമ്പോൾ മനസ്സ് ശൂന്യമായതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? അവധിയെടുത്തിട്ടും ശരിക്കും വിശ്രമിച്ചിട്ടില്ല എന്ന തോന്നൽ വരാറുണ്ടോ? മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന പല ജോലികളും ഇപ്പോൾ ഇഷ്ടത്തോടെ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇതെല്ലാം റിപ്പീറ്റഡ്ലി ആഴ്ചകളോളം ഉണ്ടാവുന്നതെങ്കിൽ ഇത് വെറും ക്ഷീണമാവാൻ സാധ്യതയില്ല. ഇതിനെ നമുക്ക് ബേൺ ഔട്ട് എന്ന് വിളിക്കാം. ലോകാരോഗ്യ സംഘടന ഈ ബേൺ ഔട്ടിനെ ഒരു ഒക്യുപ്പേഷണൽ സിൻഡ്രോം ആയിട്ടാണ് നിർവചിച്ചിരിക്കുന്നത്. പക്ഷേ നല്ലൊരു വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയാം. ഈ ബേൺ ഔട്ട് എന്ന് പറയുന്നത് സ്ഥിരമായ പ്രശ്നമല്ല. തലച്ചോറിനും മനസ്സിനും നമ്മുടെ ശരീരത്തിനും സ്ഥിരമായ തിരിച്ചുവരവ് സാധ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 30 ദിവസത്തെ ബേൺ ഔട്ട് റിക്കവറി പ്ലാനാണ്. ഇത് വെറും പ്രചോദന വാക്കുകളല്ല. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഈ 30 ദിവസത്തെ പ്ലാൻ നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഈ ബേൺ ഔട്ടിൽ നിന്നും പൂർണ്ണമായും മുക്തനായി എനർജറ്റിക്കായി പുതിയ പ്രചോദനത്തോടുകൂടി പുതിയ മോട്ടിവേഷനോടുകൂടി നിങ്ങളുടെ ജീവിതം തന്നെ കരിയർ തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കും. ഇതെൻ്റെ വാക്കാണ്. സൈക്കോളജി, ന്യൂറോളജി, ന്യൂറോ സയൻസ്, ബിഹേവിയറൽ സയൻസ് എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം എല്ലാ വീക്കും ഓരോ ആഴ്ചയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്നൊരു വീഡിയോ ആണിത്. ഒരല്പം നീളം കൂടിയ വീഡിയോ ആണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യും. ബേൺ ഔട്ട് റിക്കവറി പ്ലാനാണ്. കൃത്യമായി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. കമൻറ്റുകൾ എഴുതുവാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമൻറ്റുകൾ പരമാവധി വായിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ആഴ്ചയുടെ പ്ലാനിലേക്ക് നമുക്ക് കടക്കാം. ഈ ആഴ്ചയെ നമ്മൾ ഡീകംപ്രഷൻ ആൻഡ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് പേരിട്ട് വിളിക്കാം. ബേൺ ഔട്ട് റിക്കവറിയുടെ ആദ്യ പടി കൂടുതൽ ജോലി ചെയ്യുക, കൂടുതൽ എനർജറ്റിക് ആവുക എന്നല്ല. നമുക്കൊരു റിസെറ്റ് ആവശ്യമാണ്. നമ്മുടെ ബ്രെയിൻ കുറേ ദിവസങ്ങളായി ഓവർ ഡ്രൈവിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അതെപ്പോഴും സ്ട്രെസ്ഡ് ആണ്. അതെപ്പോഴും എമർജൻസി സീക്കിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ അലേർട്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നമായി തോന്നുന്നത്. ഈ വിഷയത്തെയാണ് നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ സംബോധന ചെയ്യുന്നത്. 1 മുതൽ 7 വരെയുള്ള ദിവസം റിക്കവറിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുക. അതല്ലാതെ എനർജിക്ക് വേണ്ടിയിട്ടല്ല, കൂടുതൽ ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല. ഈ ഒരാഴ്ച നിങ്ങൾ ചെയ്യേണ്ട 3 സ്റ്റെപ്പേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ സ്വയം ചോദ്യം ചോദിക്കുക. ഞാൻ ആക്ച്വലി ക്ഷീണിതനാണോ? ഞാൻ പരാജയപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇതൊന്നും ക്ഷീണമായിരിക്കാൻ സാധ്യതയില്ല. കാരണം എനിക്കറിയാം ഇത് ബേൺ ഔട്ടിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് സ്വയം ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ജോലി കൊണ്ടല്ല നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലായി. പകരം ഞാൻ എന്നോട് തന്നെ പറയുന്ന പല കാര്യങ്ങളും കൊണ്ടാണ്. ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ ജോലി ചെയ്യുന്നത് ശരിയല്ല, ഇല്ല എന്ന് പറയാൻ പാടില്ല, വിശ്രമിച്ചാൽ എല്ലാം ശരിയാകും, മറ്റുള്ളവർ പറയുന്നതിന് കൃത്യമായ മറുപടി ഞാൻ നൽകേണ്ടത് അത്യാവശ്യമാണ്, നൽകിയില്ലെങ്കിൽ ഞാനൊരു നല്ല പ്രൊഫഷണൽ അല്ല എന്നെല്ലാമുള്ള ചിന്തകളാണ് നമ്മുടെ മെൻ്റൽ ഊർജമില്ലായ്മയ്ക്ക് കാരണം. ഇതിന് ഈ ആഴ്ച ആദ്യത്തെ പടിയായി നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഈ ചിന്തകളെ ചലഞ്ച് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ആഴ്ചയിലെ 2ാമത്തെ സ്റ്റെപ്പ് എല്ലാ ദിവസവും 10 മിനിറ്റ് ഫോണില്ലാതെ, മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്ത് സൈലൻ്റായി ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഇരിക്കുക. ഫോണില്ല, ലാപ്ടോപ്പില്ല, TV ഇല്ല, നിശബ്ദമായി ഒരു സ്ഥലത്ത് എല്ലാ ദിവസവും 10 മിനിറ്റ് സ്ട്രിക്റ്റായി ഇരിക്കാൻ പഠിക്കുക. ഇതുവഴി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഡീഫോൾട്ട് മോഡിനെ വിശ്രമിക്കാൻ അവസരം നൽകുന്നു. ഇത് ബേൺ ഔട്ടിനെ തടയാൻ സഹായിക്കും. കൂടെ നിങ്ങളുടെ മെൻ്റൽ റീസെറ്റ് ആരംഭിക്കുകയും ചെയ്യും. ആദ്യത്തെ ആഴ്ച ചെയ്യേണ്ട 3ാമത്തെ സ്റ്റെപ്പ്, രാത്രി നിങ്ങൾക്ക് ഊർജം പകരുന്ന, പോസിറ്റീവ് എനർജി പകരുന്ന 3 കാര്യങ്ങൾ ഡയറിയിൽ എഴുതി വയ്ക്കുക. ആ ദിവസം നടന്ന പോസിറ്റീവ് എനർജി പകർന്ന 3 കാര്യങ്ങൾ ഡയറിയിൽ എഴുതി വയ്ക്കുക. കൂടെ എൻ്റെ ഊർജം കവർന്നെടുത്ത 3 കാര്യങ്ങളും എഴുതി വയ്ക്കുക. ഇത് തുടർച്ചയായിട്ട് ഒരാഴ്ച ചെയ്യുക. ഈ പറഞ്ഞ 3 സ്റ്റെപ്പും ആദ്യത്തെ ഒരാഴ്ച ചെയ്യാനുള്ളതാണ്. ഇത് നിങ്ങളുടെ ബേൺ ഔട്ടിൻ്റെ റിക്കവറിയുടെ ആദ്യത്തെ പടിയാണ്. റിസെറ്റ് എന്ന് പറഞ്ഞ പടിയാണ്.
രണ്ടാമത്തെ ആഴ്ച നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഫിസിക്കൽ എനർജി റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. നമ്മുടെ ശാരീരികമായിട്ടുള്ള ഊർജം തിരിച്ചു കൊണ്ടുവരിക, റീസ്റ്റോർ ചെയ്യുക. ബേൺ ഔട്ട് മനസ്സിൽ മാത്രമല്ല ശരീരത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഉറക്കം നഷ്ടപ്പെടുന്നു, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, തലവേദനകൾ ഉണ്ടാവും, ശരീരത്തിൽ പല ഭാഗത്തും വേദനകൾ വരാം. കോർട്ടിസോൾ കൂടി നിൽക്കുന്നത് കൊണ്ട് ഇൻഫ്ലമേഷൻ്റെ പ്രശ്നം വരാം. അതേപോലെ രോഗപ്രതിരോധ ശേഷി കുറയാൻ സാഹചര്യമുണ്ട്. ഹോർമോണൽ ഇംബാലൻസ് വരാം, എനർജി ക്ലാഷ് ആവാം. ഇതെല്ലാം നമുക്ക് റീസെറ്റ് ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം. ഇതിനാണ് നമ്മൾ രണ്ടാമത്തെ ആഴ്ച ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ആഴ്ച നമ്മൾ തുടങ്ങേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1. ഉറക്കത്തിന് പ്രാധാന്യം നൽകുക. എല്ലാ ദിവസവും രാത്രി കൃത്യസമയത്ത് കിടക്കുവാനും കൃത്യസമയത്ത് ഉറങ്ങുവാനും അടുത്ത ദിവസം രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കുവാനുമുള്ള ഒരു ചിട്ട ഈ 7 ദിവസം നമ്മളുടെ പ്രാക്ടിക്കൽ ശീലമാക്കി മാറ്റാൻ പോവുകയാണ്. രണ്ടാമത്, നമ്മുടെ ശരീരത്തിന് പ്രാക്ടിക്കലായി ഒരു മോഡറേറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കൊടുക്കുക. ദിവസവും 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ സാധാരണ പോലെ നടന്നാൽ മതി. ഫാസ്റ്റ് വാക്കിംഗ് വേണമെന്നില്ല, ഓടണമെന്നില്ല, ജിമ്മിൽ പോകണമെന്നില്ല. കാരണം നമ്മൾ ഇൻറ്റൻസ് ആയിട്ട് വർക്കൗട്ട് തുടങ്ങിയാൽ, ഇൻറ്റൻസ് എക്സസൈസ് തുടങ്ങിയാൽ 2 ദിവസം കൊണ്ട് നമ്മൾ കൂടുതൽ ബേൺ ഔട്ട് ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും തുടങ്ങേണ്ടത് സ്ലോ ആൻഡ് സ്റ്റഡിയാണ്. എല്ലാ ദിവസവും 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നിങ്ങൾ നടന്നാൽ മാത്രം മതിയാകും. തൽക്കാലം അതിൽ കൂടുതലൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഈ നടത്തം നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറോട്രോപ്പിക് ഫാക്ടർ വർദ്ധിപ്പിക്കുകയും ബ്രെയിനിൻ്റെ ബാലൻസ് പ്രോപ്പറാക്കുകയും അതുകൊണ്ട് തന്നെ മൂഡിനെ എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ആഴ്ച ചെയ്യേണ്ട 3ാമത്തെ സ്റ്റെപ്പ് ഭക്ഷണം. ഫിസിക്കൽ റിസ്റ്റോറേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുക. ഓരോ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴും അതിൽ പ്രോട്ടീനും ഫൈബറും നല്ല കൊഴുപ്പുകളും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വെറും കാപ്പി കൊണ്ടോ കോഫി കൊണ്ടോ എനർജി ഡ്രിങ്ക് കൊണ്ടോ നമ്മുടെ എനർജി റീസ്റ്റോർ അല്ല ചെയ്യുന്നത്. ആക്ച്വലി നമ്മളെ അത് കൂടുതൽ ഡ്രെയിൻ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആഴ്ചയിലെ 4ാമത്തെ സ്റ്റെപ്പ് എല്ലാ ദിവസവും ചെയ്യേണ്ടത് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് പതിയെ 10 മിനിറ്റിലേക്ക് കൊണ്ടുപോവുക. 4 സെക്കൻഡ് ഡീപ്പായി ബ്രീത്ത് ചെയ്യുക. 6 സെക്കൻഡ് വളരെ സ്ലോ ആയി ഡീപ്പായി എക്സൈൽ ചെയ്യുക. ഇത് നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനും മനസ്സിനും ശരീരത്തിനും കൂടുതൽ റിലാക്സേഷൻ നൽകുകയും ചെയ്യും. 3ാമത്തെ ആഴ്ച റാഡിക്കൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. പലർക്കും ബേൺഔട്ട് ഉണ്ടാവുന്നത് ജോലി കൂടുതലുള്ളതുകൊണ്ടല്ല, അതിരുകൾ കറക്റ്റായി നിശ്ചയിക്കാത്തത് കൊണ്ടാണ്. ജോലികൾ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ ചെയ്യുകയും കൂടുതൽ വരുന്ന ജോലികൾ ചെയ്യാതിരിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അതിന് സമയമില്ല, അതിന് സാഹചര്യമില്ല, എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് കൃത്യമായി പറയാൻ കഴിയാത്തത് കൊണ്ടും പല ആളുകൾക്കും ബേൺഔട്ട് സംഭവിക്കാറുണ്ട്. ഈ അതിർത്തികൾ നിശ്ചയിക്കുക, അത് നിശ്ചയിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് 3ാമത്തെ ആഴ്ചയുടെ പ്രധാനപ്പെട്ട ഘടകം. 1ാമത്തെ സ്റ്റെപ്പ് ഉടൻ റിപ്ലൈ അയക്കേണ്ടതില്ല എന്നുള്ള മെസ്സേജുകൾക്ക് റിപ്ലൈ അയക്കാതിരിക്കുക. അതേപോലെ നോട്ടിഫിക്കേഷൻസിന് ശ്രദ്ധിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ ഇത്തരം നോട്ടിഫിക്കേഷനുകൾക്കും മെസ്സേജുകൾക്കും കുറച്ച് സമയം കഴിഞ്ഞ് മറുപടി കൊടുക്കുവാൻ ശീലിക്കുക. കാരണം എല്ലാ മെസ്സേജിനും എപ്പോഴും ഒരു അർജൻസിയോടുകൂടി റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അത് അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ നമ്മളെ സഹായിക്കുന്നു. 2ാമത്തെ സ്റ്റെപ്പ്, അതിർവരമ്പുകൾ നിശ്ചയിക്കുമ്പോൾ നമുക്ക് നോ എന്ന് പറയുവാൻ കഴിയണം. എനിക്ക് കഴിയാത്ത കാര്യം നോ എന്ന് പറയുകയും ഇപ്പോൾ എനിക്ക് അത് നമ്മളൊരു കോർപ്പറേറ്റ് അറ്റ്മോസ്ഫിയറിലാണ്. നമുക്കറിയാം നമ്മളെപ്പോഴും മറ്റുള്ളവർ നമ്മളെ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്താൽ എനിക്ക് മാനസികമായ സമ്മർദ്ദം വരും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ മാനസികാരോഗ്യത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുകയും അത് നിങ്ങളുടെ മാനേജ്മെൻറ്റ് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഈ കോർപ്പറേറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വം വരുന്നുള്ളൂ. അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ പൊളൈറ്റായിട്ട് പറയാം, അയ്യോ ഇപ്പോൾ എനിക്ക് സമയമില്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചെയ്തു തരാം എന്ന് പറയാൻ കഴിയണം. ഇതെനിക്ക് ചെയ്യാൻ ഇപ്പോൾ കഴിയില്ല, പിന്നീട് ഞാൻ ചെയ്തു തരാം, സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്തു തരാം എന്ന് പറയാൻ നമുക്ക് കഴിയണം. അരമണിക്കൂർ കഴിയട്ടെ എന്ന് പറയാൻ കഴിയണം. പൊളൈറ്റായിട്ട് പറഞ്ഞാൽ മതി. ഈ അതിർവരമ്പുകൾ എപ്പോഴും നമ്മളെ ഊർജം ഡ്രെയിൻ ഔട്ട് ആവുന്നതിൽ നിന്നും സഹായിക്കുന്നു.
മൂന്നാമത്തെ ആഴ്ചയിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് വർക്ക് ഷട്ട് ഡൗണിൻ്റെ ഒരു റിച്വൽ എപ്പോഴും ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഇന്ന് തീർന്ന വർക്കുകൾ എഴുതി വയ്ക്കുക, നോട്ട് ചെയ്യുക. ഇന്ന് തീരാത്ത വർക്കുകൾ നാളത്തേക്ക് മാറ്റി വയ്ക്കുക. ഷെഡ്യൂൾ ചെയ്യേണ്ടത് വളരെ നല്ലതാണ്. നാളത്തെ പ്രധാനപ്പെട്ട 3 ജോലികൾ എഴുതി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടേബിളോ ക്ലോസ് ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള പ്രക്രിയ തുടങ്ങാം. ഈ പ്രക്രിയ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കും. ഇതിൽ 4ാമത്തെ സ്റ്റെപ്പ് ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ ആണ്. ഈ തവണ നിങ്ങൾ ഈ ഒന്നാമത്തെ ആഴ്ച ചെയ്തിരുന്ന, ഒന്നാമത്തെയും 2ാമത്തെയും ആഴ്ച ചെയ്തിരുന്ന 10 മിനിറ്റ് ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷനെ 3ാമത്തെ ആഴ്ച മുതൽ 1 മണിക്കൂറാക്കി ഇൻക്രീസ് ചെയ്യുക. അതായത് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ടിവിയോ കമ്പ്യൂട്ടറോ ഇതൊന്നും ഉപയോഗിക്കാത്ത 1 മണിക്കൂർ നേരം നിങ്ങൾക്ക് പുറത്ത് പോകാം, ഫാമിലിയുടെ കൂടെ ഇരിക്കാം, സൈലൻ്റായിരിക്കാം, പുസ്തകം വായിക്കാം, അങ്ങനെ എന്തും ചെയ്യാം. പക്ഷേ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ 1 മണിക്കൂർ നേരത്തേക്ക് പ്രാക്ടീസ് ചെയ്യുവാൻ ശീലിക്കുക. ഇതാണ് 3ാമത്തെ ആഴ്ച. 4ാമത്തെ ആഴ്ച സസ്റ്റൈനബിൾ പ്രോട്ടീൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞ പ്രക്രിയയ്ക്ക് പ്രാധാന്യം. അതായത് കഴിഞ്ഞ 3 ആഴ്ചകളും നമ്മൾ പരിശീലിച്ചെടുത്ത ഈ വിഷയങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ സസ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അതാണ് 4ാമത്തെ ആഴ്ചയിൽ നമ്മൾ ചെയ്യുന്നത്. 1ാമത്തെ സ്റ്റെപ്പ് ഏതെങ്കിലും ഒരു മോർണിംഗ് ഹാബിറ്റ് തിരഞ്ഞെടുക്കുക. 10 മിനിറ്റ് നടക്കാം, 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം, 10 മിനിറ്റ് മൈൻഡ്ഫുൾനെസ് ചെയ്യാം, 10 മിനിറ്റ് വായിക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് ബോഡി സ്ട്രെച്ച് ചെയ്യാം. രാവിലെ എഴുന്നേറ്റ ഉടൻ 1 മണിക്കൂർ നേരത്തേക്ക് മൊബൈൽ ഫോൺ ഓൺ ചെയ്യരുത് എന്നുള്ളത് പ്രധാനമാണ്. 2ാമത്തെ പോയിൻ്റായിട്ട് ചെയ്യേണ്ടത് ഓരോ ഞായറാഴ്ചയും കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ, അതായത് ഈ ബേൺഔട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്ത നല്ലതും മോശമായ കാര്യങ്ങളെല്ലാം ഒരു റിവ്യൂ നടത്തേണ്ടത് ആവശ്യമാണ്. എല്ലാ ദിവസവും എഴുതുന്ന എന്നെ ബേൺഔട്ട് ചെയ്ത കാര്യങ്ങൾ, എനിക്ക് ഊർജം നൽകിയ കാര്യങ്ങൾ, അതിൻ്റെ കൂടെ കഴിഞ്ഞ ആഴ്ച എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ച വിഷയങ്ങൾ, എന്നെ കൂടുതൽ വിഷമിപ്പിച്ച വിഷയങ്ങൾ. ഇനി സന്തോഷിപ്പിച്ച വിഷയങ്ങൾ ഞാനത് അതേപോലെ തന്നെ ഇനിയും ഭംഗിയായി തുടരുമെന്നും വിഷമിപ്പിച്ച വിഷയങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ഒരു മാനസികമായ കാഴ്ചപ്പാട് ഈ റിവ്യൂയിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കണം. 3ാമത്തെ സ്റ്റെപ്പ് ഒരു എനർജി കാലണ്ടർ തയ്യാറാക്കുക. മീറ്റിംഗ് മാത്രമല്ല, ഓഫീസിലെ വർക്ക് മാത്രമല്ല, അതല്ലാതെ തന്നെ നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തുന്ന, അതിൻ്റെ കൂട്ടത്തിൽ റീഗെയിൻ ചെയ്യാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? വർക്കൗട്ട് കലണ്ടറിൽ രേഖപ്പെടുത്തുക, ഫാമിലി ടൈം കലണ്ടറിൽ രേഖപ്പെടുത്തുക, റീഡിംഗ് വായന കലണ്ടറിൽ രേഖപ്പെടുത്തുക, നാച്ചുറൽ സെറ്റിങ്സിൽ വാക്കിങ്ങിന് പോകുന്നത് കലണ്ടറിൽ രേഖപ്പെടുത്തുക. അതേപോലെ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷനും കലണ്ടറിൽ രേഖപ്പെടുത്തുക. ഇവയെല്ലാം നിങ്ങളുടെ ഡെയിലി അപ്പോയിൻമെൻറ്റിനെ പോലെ തന്നെ പ്രധാനമാണ്. 4ാമത്തെ സ്റ്റെപ്പായി ഓരോ ദിവസവും നിങ്ങളോട് സ്വയം ചോദിക്കുക, ഇന്ന് ഞാൻ ബിസി ആയിരുന്നു. ബിസി ആയിരുന്നെങ്കിൽ നാളെ അതിന് തക്കവണ്ണം എന്ത് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ബിസി ആയിരുന്നു എങ്കിലും ഞാൻ എനർജി എൻ്റെ ഡൗൺ ആയിരുന്നില്ല എന്നുള്ളതിൽ ഊറ്റം കൊള്ളുക. അങ്ങനെയാണെങ്കിൽ അതിൽ ഊറ്റം കൊള്ളാൻ പഠിക്കുക. 2ാമത് ചോദിക്കേണ്ട ചോദ്യം ഞാൻ പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. ബിസി ആയിരിക്കുന്നതിനേക്കാളും പ്രധാനം പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളതാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് മറുപടി ക്രിയേറ്റീവായി നൽകാൻ കഴിയുകയും ആ മറുപടിക്കനുസരിച്ച് നമുക്ക് നമ്മുടെ ദൈനംദിന പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഈ ബേൺഔട്ടിൽ നിന്നും മുക്തി നേടുക, അതായത് കഴിഞ്ഞ കുറേ ദിവസമായി, മാസങ്ങളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തുടർച്ചയായ ബിസി ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂളിൻ്റെ, എനർജി ഡ്രെയിനിങ് വർക്ക് ഷെഡ്യൂളിൻ്റെ കാരണം കൊണ്ടുണ്ടാകുന്ന ഈ ബേൺഔട്ടിൽ നിന്നും മുക്തി നേടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ കൃത്യമായി പരിശീലിച്ചാൽ 1 മാസം കൊണ്ട് തന്നെ ഈ ബേൺഔട്ടിൽ നിന്നും നമുക്ക് മുക്തരാകുവാൻ കഴിയും. ഈ കലണ്ടർ നിങ്ങളെ അതിന് സഹായിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ മനസ്സും ശരീരവുമാണ് പ്രധാനം. അത് ഹെൽത്തിയായിരുന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുകയുള്ളൂ, നിങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യം വർദ്ധിക്കുകയുള്ളൂ. അപ്പോഴേ നിങ്ങളുടെ കരിയറിന് ഗുണം ചെയ്യുകയുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇതേ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിൽ എല്ലാവർക്കും നന്ദി.
നമസ്കാരം.